കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയ ഒരു കാഴ്ച കാണുന്നതിന് ശ്രദ്ധിക്കാം. ചോദിച്ചാനാവും. ഹലോ ജോയിച്ചായ, ഹലോ ജോയിച്ചായ കേൾക്കുന്നില്ലേ? ആരാടി? ഹലോ, ഗൾഫിൽ നിന്ന് ജോയിച്ചായന അമ്മേ. ആ ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. ത. ഹലോ മോനെ, നിനക്ക് സുഖാണോടാ? ഹലോ ഡാ, കേക്കുന്നില്ലേ? നിനക്ക് സുഖാണോന്ന്? ഹലോ, ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. ആ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം മോനെ. ഹലോ ഹലോ മോനെ, വെക്കല്ലേ. ഹലോ, ഇപ്പൊ നിനക്ക് കേക്കാലോ മോനെ. ലിസി മോളും വർഗീസും വന്ന് നീ കണ്ടോ? അവരുടെ കൊടുത്തുവിട്ട് നിനക്ക് കിട്ടിയോടാ? സൂസിയോ? ആ, അവളിവിടെ ഉണ്ട്. ഓ, അവക്ക് വിശേഷമൊന്നും ഇല്ല. നിനക്ക് ശമ്പളമൊക്കെ കൂട്ടി കിട്ടിയോടാ? നിനക്ക് സുഖാണോ? നീ ഇനി എന്നാ വരുന്നേ? ഞാൻ എന്റെ കൊച്ചിനായിട്ട് സംസാരിക്കട്ടെ. ഹലോ, എന്നടോവേ, നമ്മുടെ അയലത്തെ മരണത്തെ കുറിച്ച് അറിഞ്ഞില്ലേ നീ? എടാ, ആ പറമ്പ് വാങ്ങുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കണം. പിന്നെ ആ വാസുട്ടി പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. കറണ്ടിനും വെള്ളത്തിനെല്ലാം ചാർജ് കൂടുക. ആരാമേ? ജോയി ചേട്ടനാ? ആ അതെ മോളെ. ഞാനൊന്ന് സംസാരിക്കട്ടെ എന്റെ ചേട്ടനോട്. ഹലോ ഹലോ ജോയി ചേട്ടാ, സുഖാണോ? നല്ലയാളാ, പോയിട്ടൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. ഹലോ ഹലോ, കട്ടായിന്നാ തോന്നുന്നേ. അയ്യോ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി അടുത്ത ആഴ്ചയല്ലേ വിളിക്കൂ. കണക്കായിപ്പോയി. എങ്ങനെ ഫോൺ കട്ടാവാതിരിക്കും? അല്ലെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. ഇവിടെയുള്ള കുറ്റവും കുറവും എല്ലാം വിളിച്ചു പറയാനും വേണ്ടിട്ട്. കേറി പൊടിയകത്ത്. വേണ്ടായിരുന്നാ? അടുക്കളയിൽ 100 കൂട്ടം പണിയുള്ളപ്പോഴാ ഒരു ഫോൺ വിളിക്കാൻ നിൽക്കുന്നു. കല്യാണം കഴിഞ്ഞ് ദുബായിക്ക് പോയ ഉടനെ എനിക്ക് അയച്ചു തന്ന ഫോണ്. എന്നിട്ട് ഇതുവരെ എനിക്കൊന്നും മിണ്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്തൊരു വിദ്യയായത്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ മരുമകനെയാണോ മരുമകളെയാണോ കൂടുതൽ കരുതേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറയും മരുമകളെയാണ് കൂടുതൽ കരുതേണ്ടത്. കാരണം മരുമകൾ പറിച്ചു നടപ്പെടുന്ന വ്യക്തിയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ശീലിച്ച കാര്യങ്ങൾ, അവൻ പരിചയിച്ച കാര്യങ്ങൾ മറക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജനനം മുതൽ അവൾ പഠിച്ചതും ശീലിച്ചതുമായ കാര്യങ്ങൾ മറക്കുക എളുപ്പമല്ല. ഒരു പെൺകുട്ടി വിവാഹിതയായി തീരുന്നുവെങ്കിലും പുതിയ സാഹചര്യത്തിലേക്ക് അവൾ പെട്ടെന്ന് വരണമെന്നില്ല. അവളുടെ മനസ്സ് മാറ്റണം, മനോഭാവങ്ങൾ മാറണം. അത് സാവധാനം സംഭവിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഇവൾ പറിച്ചു നടപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഇവൾക്ക് കൂടുതൽ കരുതലും ശ്രദ്ധയും കൊടുക്കാൻ പറ്റണം.
പറിച്ച് നടപ്പെടുന്ന ചെടിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പറിച്ച് നടപ്പെടുന്ന ചെടിയുടെ പ്രത്യേകത എന്താ? അത് വേര് പിടിക്കാൻ സമയമെടുക്കും. അത്തരത്തിൽ വേര് പിടിക്കാൻ സമയമെടുക്കുമ്പോൾ കൂടുതൽ കരുതൽ അതിന് കൊടുക്കും. പ്രേക്ഷകരിൽ അത്തരത്തിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്. അതിന് ചുറ്റും വേലിക്കെട്ട് കെട്ടുന്നു. നീ വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് ഒഴിക്കുന്നത്? കുത്തി ഒഴിക്കുകയല്ല, തളിച്ചാണ് ഒഴിക്കുന്നത്. എന്തൊരു കരുതലാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമകൾക്കും ഈ ഒരു കരുതൽ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു കരുതൽ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമകൾക്ക് കൊടുത്താൽ നമ്മുടെ ഇന്നുള്ള എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേനെ. പക്ഷേ ചില അമ്മായിയമ്മമാരുണ്ട്, ഇവളങ്ങോട്ട് വേര് പിടിച്ചു വരുന്ന സമയത്ത് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. ചില അമ്മായിയമ്മമാർ ബോധപൂർവം ചിന്തിക്കുകയും ചെയ്യും, അവൾ അങ്ങനെ ഇവിടെ വേര് പിടിക്കണ്ട. ഇവൾ വേര് പിടിച്ചു വരുന്ന സമയത്ത് ഈ അമ്മായിയമ്മ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വേര് പിടിച്ചോന്ന് ഇടയ്ക്കിടയ്ക്ക് മാതി നോക്കും. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, മരുമക്കളായി പുതിയ വീട്ടിലേക്ക് കടന്നു ചെന്ന അവസരത്തിൽ അന്ന് മാന്തിയവരെ മറക്കുമോ? നിങ്ങളെന്നാ പറയും? ആരെ മറന്നാലും അവൾ അന്ന് ചെയ്ത കാര്യം ഞാൻ മറക്കത്തില്ല. അത് ചിലപ്പോൾ മൂത്ത നാത്തൂനെ കുറിച്ചായിരിക്കാം, അല്ലെ ഇളയ നാത്തൂനെ കുറിച്ചായിരിക്കാം, ഒരു സാരിയുടെ പേരിലായിരിക്കാം പ്രശ്നം ഉണ്ടായത്. പക്ഷേ ആരെ മറന്നാലും ഞാൻ അവളെ മറക്കത്തില്ല, അവൾ അന്ന് എനിക്ക് ചെയ്ത ദ്രോഹം ഞാൻ മറക്കത്തില്ല എന്ന് പറയും. ഒരു പെൺകുട്ടി പുതിയ പ്രതീക്ഷകളുമായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് കരുതൽ കൊടുക്കാൻ, സ്നേഹപൂർവ്വം അവൾക്ക് കാവൽ നിൽക്കാൻ, അവൾ വേര് പിടിക്കുവോളം അവളെ ശ്രദ്ധിക്കാൻ, തലോടാൻ ഒക്കെ അമ്മായിയപ്പന്, അമ്മായിയമ്മയ്ക്ക്, ആ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്ക് ഒക്കെ സാധിക്കേണ്ടതാണ്. ഇങ്ങനെ കടന്നു വരുന്ന ഒരു പെൺകുട്ടി ചെന്ന് കയറുന്ന ആ കുടുംബത്തിൽ ആരോഗ്യകരമായി വേര് പിടിക്കാത്തത് കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മരുമകളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹത്തെ ആദരിക്കാൻ സാധിക്കണം. കുടുംബജീവിതത്തിൽ വ്യക്തികളെ ആദരിക്കാൻ കഴിഞ്ഞാൽ ഒട്ടൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭാര്യയായി അല്ലെ മരുമകളായി ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഏത് പെൺകുട്ടിയാണ് അസ്വസ്ഥതയുണ്ടാക്കി തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് വരുന്നത്? വിവാഹ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അവൾക്കുള്ളത്, അല്ലെങ്കിൽ മരുമക്കളായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഉള്ളത് ശുഭപ്രതീക്ഷ തന്നെയാണ്. പക്ഷേ സ്വീകാര്യമല്ലാത്ത ചില സാഹചര്യങ്ങൾ, ചില മനോഭാവങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ആദരവിനെ സംബന്ധിച്ചുണ്ടാകുന്നു. തന്നെ ആദരിക്കുന്ന വ്യക്തികളാണ് താൻ ചെന്ന് കയറിയ കുടുംബത്തിലുള്ളത് എന്ന് തോന്നലുണ്ടായി കഴിയുമ്പോൾ അവിടെ അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാർക്ക് ചെയ്യാനുള്ള കാര്യം ബോധപൂർവം ആ കുടുംബത്തിലെ വ്യക്തികൾക്ക് കൊടുക്കേണ്ട കരുതൽ കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അപ്പനുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ, ഈ ഭർത്താവായ ആളിന് പെങ്ങളുണ്ടെങ്കിൽ, അതുപോലെ ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും പറയാൻ പറ്റണം, ഈ ആളിന് എന്നോടാണ് കൂടുതൽ സ്നേഹം. അത് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പനും അമ്മയ്ക്കും എന്ത് പറയാൻ പറ്റണം? എൻ്റെ മകന് അല്ലെങ്കിൽ ഞങ്ങളുടെ മകന് ഞങ്ങളോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയാൻ പറ്റും. അത്തരത്തിൽ ഒരു കരുതൽ കൊടുത്താൽ മതി. അപ്പനും അമ്മയ്ക്കും മകൻ കൊടുക്കേണ്ട കരുതൽ അത്തരത്തിൽ കൊടുക്കുക. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കരുതൽ അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട കരുതൽ അവർക്ക് നൽകുക. പക്ഷേ അവരെ അവഗണിക്കാനിടയാവരുത്. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കരുതൽ അത്തരത്തിൽ അവൾക്ക് കൊടുക്കുക. പെങ്ങൾക്ക് കൊടുക്കേണ്ട കരുതൽ അവൾക്ക് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഓരോ വ്യക്തി എന്ത് പറയും ഇയാളുടെ സ്നേഹത്തെക്കുറിച്ച്?
എന്നോടാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും. അങ്ങനെയാകുമ്പോൾ എന്ത് സന്തോഷത്തിൽ ആ കുടുംബം പോവും. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോഴെങ്കിലും വിവാഹിതരാകുന്ന യുവാക്കൾ അപ്പനോടും അമ്മയോടും ജീവിത പങ്കാളിയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ വേറുകൃത്യം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ബോധപൂർവമായിരിക്കില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതിനും ശത്രുതാ മനോഭാവം പുലർത്തുന്നതിനും ഒക്കെ ഇടയായി തീരും എന്നത് വ്യക്തമായ കാര്യമാണ്. ഞാൻ പറയും, പുതുതായിട്ട് രൂപം കൊടുക്കുന്ന ഒരു കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം. വളരെ ശ്രദ്ധയോടെ ആ കുടുംബ ബന്ധത്തെ കൈകാര്യം ചെയ്യണം. നമ്മുടെ വീടുകളിലൊക്കെ നാം വിവിധങ്ങളായ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. താഴെ വീണാൽ പൊട്ടിപ്പോകുന്ന സാധനങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുപ്പിപ്പാത്രങ്ങൾ. അത് എത്ര കണ്ട് നമ്മൾ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറയും, ഇന്ന് രൂപപ്പെടുന്ന പുതിയ കുടുംബങ്ങളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇപ്പോൾ പൊട്ടിച്ചിതറിപ്പോയ ഒട്ടേറെ കുടുംബങ്ങളെ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ത് പറയും അവരെക്കുറിച്ച്? ഇത്തിരി കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത് തകരുകയില്ലായിരുന്നു. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, പുതിയ വിവാഹ ജീവിതം ആരംഭിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബജീവിതം തകർന്നടിഞ്ഞ് പോകാതിരിക്കാൻ അങ്ങേയറ്റം കരുതൽ, ശ്രദ്ധ കൊടുക്കാൻ പറ്റണം. മുമ്പേ ഞാൻ വിവാഹിതനാകുന്ന യുവാവ് തൻ്റെ മാതാപിതാക്കൾക്ക്, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ പെങ്ങൾക്ക്, മറ്റു ബന്ധുജനങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടെന്ന കരുതലും ശ്രദ്ധയും കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഇത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ഈ മകൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായാൽ പോരാ, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. തൻ്റെ മകൻ വിവാഹം കഴിച്ചു, ആ വിവാഹം കഴിച്ച മകനെ എന്ന പോലെ തന്നെ മരുമകളെയും കാണാനായി സാധിക്കണം. അത്തരത്തിൽ കാണുമ്പോൾ അവളുടെ സാഹചര്യത്തോടുകൂടെ അവളെ മനസ്സിലാക്കണം. മകൻ വിവാഹം ചെയ്ത് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ മാതാപിതാക്കൾക്ക് തീർച്ചയായും അവളെക്കുറിച്ച് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകണമെന്നില്ല. അത്തരത്തിൽ യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ കയറി വരുന്ന പെണ്ണിനെ അവളുടെ വ്യക്തിത്വ സവിശേഷതകളോടുകൂടെ ഉൾക്കൊള്ളാനായി സാധിക്കണം. ഈ മാതാപിതാക്കളുടെ ഭാവനയിലുള്ള ഒരു മരുമകളായി ഇവൾ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവൾ ജനിച്ചു വളർന്നത് വേറൊരു സാഹചര്യത്തിലാണ്, വേറൊരു കുടുംബ പശ്ചാത്തലത്തിലാണ്. അവളുടെ ചിന്താഗതികൾ വേറെയാണ്. അതുകൊണ്ട് കടന്നു വരുന്ന പെണ്ണിനെ അവളുടെ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളോട് ചേർത്ത് അവളുടെ വ്യക്തിത്വ സവിശേഷതകളോടുകൂടെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടിടയായിത്തീരും. വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്ന മക്കളായ ഭർത്താക്കന്മാർ അവിടുത്തെ ജോലിയുടെ ബന്ധപ്പാടുകളിലാണ്. എത്രയോ യുവജനങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കുടുംബത്തെ ഒന്ന് പോറ്റാൻ വേണ്ടി, ഒരു പുതിയ വീട് പണിയാൻ വേണ്ടി, മാതാപിതാക്കളുടെ രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുന്നതിന്, പണം നേടുന്നതിന് വേണ്ടി, കടം തീർക്കുന്നതിന് വേണ്ടി ഒക്കെ പോയതാണ് ഇയാൾ. പക്ഷേ ഇയാൾക്ക് അവിടെ സ്വസ്ഥമായി ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ കിട്ടാത്ത രീതിയിലേക്ക് നാട്ടിലെ കുടുംബാവസ്ഥ പോകുന്നു. ചെറിയൊരു പ്രശ്നം വലുതാക്കി വഷളാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഫോണിൽ കൂടെ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് നേരിൽ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറിയൊരു പ്രശ്നത്തെ വലുതാക്കി വഷളാക്കി അങ്ങ് ഗൾഫിലിരിക്കുന്നവനോട് പറയാം. അവന് ജോലിയുടെ 100 പ്രശ്നങ്ങളാണ് ഉള്ളത്. അവിടുത്തെ ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഇവന് പിന്നെയും തലവേദന സൃഷ്ടിക്കുകയാണ് ഈ നാട്ടിലുള്ള ആളുകൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അറിയത്തില്ല ഈ മരുഭൂമിയിൽ അധ്വാനിക്കുന്നവന് എത്രമാത്രം വേദന നിന്ന് ബുദ്ധിമുട്ടിയായി പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ഈ മകൻ്റെ മനസ്സുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കണം. ചിലപ്പോൾ അപ്പനമ്മമാർക്ക് അത് കഴിയാതെ പോകുന്നുണ്ട്. നേരിയ പ്രശ്നങ്ങൾ മൂലം വഷളാക്കുന്നു കുടുംബ സംവിധാനത്തെ. ഈയിടെ ഒരു വിവാഹിതനായ മോൻ എന്നോട് ചോദിച്ചത്, അച്ഛാ, ഈ പ്രശ്നം
അച്ഛാ, ഈ വിവാഹം ഏതാണ്ട് വിവാഹമോചനത്തിലേക്ക് പോകാൻ ഇടയാകുന്നു എന്ന് കണ്ടപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറല്ല ആരും. ചിന്തോദീപകമായ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മാറി വരുന്ന കുടുംബ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതുതായി രൂപപ്പെടുത്തുന്ന കുടുംബജീവിതക്കാരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് മരുമകളായി കടന്നു വരുന്ന ആ പെൺകുട്ടിയെ അവളുടെ ജീവിത അവസ്ഥയോടുകൂടെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിനൊക്കെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിക്കണം. ഞാനീ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട് മാതൃകാപരമായി അനുകരണീയമായ വിധം കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. സുന്ദരനാമീശോ സുന്ദരമേ ഭൂമിയിൽ സുന്ദരനാം നന്നെ സ്വന്തമാക്കിയേ കുഴലൂതി പാടിടാം കിന്നരം നീട്ടിടാം കുഴലൂതി പാടിടാം കിന്നരം നീട്ടിടാം തന്താണ് നിത്തമാടിടാം. എല്ലാരും പാട്. തന്താണ് നിത്തമാടിടാം. 1981 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് 2 മക്കളെ ദൈവം നൽകി. മൂത്ത മകൻ നിജു, ചെറിയ മകൻ സിജു. ഇവരുടെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഈശോയെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇന്ന് ദൈവം ഒരു പുതുജീവൻ എന്ന് പറയാം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം ദൈവം നൽകി. ഇപ്പോൾ ആ മക്കൾ വലുതായി, അവരുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത മകൻ ബോംബെയിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, കല്യാൺ രൂപതയിൽ നിന്ന്. അവളുടെ പേര് സ്റ്റെഫി എന്നാണ്. ചെറിയ മകൻ ഡോംബിവല്ലി, അവളുടെ പേര് എലിസബത്ത്. ഇവരിപ്പോൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു, ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നു. അവരെ എങ്ങനെ അവരെക്കുറിച്ച് പറയണമെന്ന് എനിക്കറിയില്ല, കാരണം അത്രയും സ്നേഹം അവർ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒത്തിരി ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ മൂത്ത മരുമകളാണ്. കാരണം ചെറിയ മരുമകൾക്ക് ഒമാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി ഉണ്ടാവാറില്ല. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാ മക്കളും ഒരുമിച്ച് വന്നു ചേർന്നൊരു സമയമാണ് ഇപ്പോൾ ഞങ്ങളുടെ. അപ്പോൾ മൂത്ത മരുമകളാണ് അധികവും ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം എൻ്റെ എനിക്കൊരു ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ സമയത്ത് ആ മകളെ എന്നെ പൊന്നുപോലെ നോക്കി. എന്നെ കുളിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുളിപ്പിക്കുന്ന സമയത്ത് എനിക്ക് വിഷമം വന്നു. എൻ്റെ അവൾ ചെറിയ കുട്ടിയാണ് അവൾ. അപ്പോൾ അവൾ കുളിപ്പിക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, മമ്മി ഞാൻ മകളാണ് കേട്ടോ. അന്ന് ഞാനത് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു. അതുപോലെ രണ്ടാമത്തെ മരുമകൾ അത് എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ്. '2009 ഞങ്ങളുടെ വിവാഹം. 2009 മെയ്. എനിക്ക് എൻ്റെ ഡാഡിയും മമ്മിയും കണ്ടുപിടിച്ച് തന്ന എൻ്റെ കൂട്ടാളിയാണ്. പേര് സ്റ്റെഫി. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വളരെ നല്ല ദാമ്പത്യ ജീവിതം. എനിക്ക് കുടുംബത്തിൽ നിന്ന് വിട്ടുപോയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് യാതൊരു വിധത്തിലുള്ളൊരു നെഗറ്റീവ് കമൻസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞാനില്ലാത്ത കുറവ് ഒരു പെൺകുട്ടിയാണെങ്കിലും അവൾ നന്നായിട്ട്, ഒരു ആൺകുട്ടിയുടെ അത്രയ്ക്ക് പറ്റില്ലെങ്കിൽ പോലും അവൾ നന്നായി തന്നെ കവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹെൽപ്പായി, നല്ലൊരു മോളായിട്ട് തന്നെയാണ് അവൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നതും എല്ലാ പ്രവൃത്തികളും. ഞാൻ ബേസിക്കലി ബോംബെയിൽ നിന്നാണ്. എൻ്റെ ലൈഫ് മൊത്തം ബോംബെയിൽ തന്നെയാണ്. ഇപ്പോൾ നാട്ടിലേക്ക് കല്യാണം കഴിച്ച്
വന്നതിൻ്റെ നല്ലോണം ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് എനിക്ക് ഇഷ്യൂസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പതിയെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. പിന്നെ പേരൻസ്, ഇവിടുത്തെ പേരൻസ് എനിക്ക് എൻ്റെ പേരൻസിൻ്റെ പോലെ തന്നെ സ്നേഹം ലഭിച്ചു. എല്ലാ കാര്യത്തിലും മമ്മി ഡാഡിയുടെ സപ്പോർട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഞാൻ ഈ അടുത്താണ് ഡ്രൈവിംഗ് പഠിച്ചത്. മമ്മി ഡാഡിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഇപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ വണ്ടി ഓടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ആയാലും നല്ലൊരു ലൈഫ് പാർട്ട്ണറാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ്. എൻ്റെ വിവാഹം 1 വർഷം ഉറപ്പിച്ചിട്ടിരുന്നു. ആ ഉറപ്പിച്ചിട്ടിരുന്ന സമയത്ത് വൈഫിൻ്റെ ഫാദർ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. നീ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നീ ആദ്യം സംസാരിക്കേണ്ടത് നിൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. അതിനുശേഷം മാത്രമേ നീ നിൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ. കാരണം ഇത്രയും നാൾ നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾക്ക് പിന്നീടൊരു ഒരു ദുഃഖം ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു പുതിയ ആൾ കടന്നു വന്നു, എല്ലാം നമ്മൾ പുതിയ ആളിലേക്ക് മാറി, അവൻ്റെ ജീവിതം മൊത്തം മാറി എന്ന് തോന്നാൻ ഒരിക്കലും പാടില്ല. അത് കാരണം കൊണ്ട് നീ ആദ്യം നിൻ്റെ മമ്മി ഡാഡിയുടെ അടുത്ത് സംസാരിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ. അതെൻ്റെ വൈഫാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറയില്ല ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, ചേട്ടൻ ആദ്യം ഡാഡിനും മമ്മിയോട് സംസാരിക്കുക, അവരുടെ വിശേഷങ്ങൾ അറിയുക, അതിനുശേഷം മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ഇതുവരെയ്ക്കും 6 വർഷമായി ഞങ്ങളുടെ കുടുംബജീവിതം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവളത് കീപ്പപ്പ് ചെയ്യുന്നു. അവൾ ഓരോ വിശേഷങ്ങളും എൻ്റെ അടുത്ത് പാസ് ചെയ്യുമ്പോൾ എല്ലാം കവർ ചെയ്യുന്നു. എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊരു മോനുണ്ട്, ജോനത്തൻ. 3 വയസ്സായി. അവൻ ജെറുസലേമിലാണ് പഠിക്കുന്നത്, ബൈബിൾ ഗ്രാമത്തിൽ. അവനും ദൈവത്തിൻ്റെ കൃപ കൊണ്ടുണ്ടായ ഒരു മോനാണ്. എൻ്റെ ഏർലി ലൈഫ് ചൈൽഡ്ഹുഡ് ബോംബെയിലായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്നൊരു കല്യാണ ആലോചന വന്നപ്പോൾ അഡ്ജസ്റ്റ് ആകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മമ്മി ഡാഡിയും ഒത്തിരി സപ്പോർട്ടീവായിരുന്നു, അതേപോലെ ചേട്ടനും ചേച്ചി. ആദ്യം എനിക്ക് ജോലി ബോംബെയിലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അവർ അവിടെ ജോലി ചെയ്യാനും പെർമിഷൻ തന്നു. പിന്നെ ഇപ്പോൾ 3.5 ഇയേഴ്സായി ഞാൻ സലാലയിൽ ഒമാനിൽ വർക്ക് ചെയ്യുന്നു. അവിടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെയും ജോലി ചെയ്യാൻ അവർ പെർമിഷൻ തന്നു. ഞങ്ങളുടെ ഒമാനിലെ ജീവിതം പരിശുദ്ധ അമ്മയോട് ചേർന്നാണ്. അന്നു മുതലും ഇന്നു വരെയും ഞങ്ങൾക്ക് കരുണക്കൊന്ത ഷാലോം ടി വിയിൽ ഞങ്ങൾക്ക് കാണിച്ചിരുന്ന ആ ഡിവൈൻ മേഴ്സി ഞങ്ങൾ ഇന്നും ഭക്തിയോട് കൂടി തന്നെ എത്തിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് അതിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച ജോലി, വീട് എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും മമ്മി ഡാഡിയോടും അതേപോലെ എൻ്റെ മമ്മി ഡാഡിയോടും ടച്ചിലുണ്ട്. എപ്പോഴും ഞങ്ങൾ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ അവരുടെ ആ വിളി, മോളെ മോനെ എന്ന് പറഞ്ഞ ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവാറുണ്ട്. അതേപോലെ ഡാഡി ഇമോഷണൽ ആവും, പക്ഷെ മമ്മി നല്ല രീതിയിൽ സംസാരിക്കും. അതേപോലെ തന്നെ ഡാഡിയും ചേച്ചിയും. ചേട്ടനോട് അങ്ങനെ വർത്തമാനം പറയാൻ പറ്റില്ല, കാരണം ചേട്ടൻ ഷിപ്പിലായതുകൊണ്ട്. ഞങ്ങളൊരിക്കലും ഒരു ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ദൈവം അങ്ങനെ ഒരു സ്റ്റാൻഡ് ബൈ പൊസിഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം ഇവളുടെ അപ്പനമ്മയായാലും അത് എൻ്റെ അപ്പനമ്മ, അവളുടെ ഞാൻ അവിടുന്ന് അമ്മയെന്ന് ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ ചെയ്യും. പക്ഷെ ചില സമയത്ത് ഞാൻ ഡിലേ ആക്കും ഫോൺ ചെയ്യാൻ. അപ്പോൾ ഇവളെന്നോട് പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ലെങ്കിലും ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കുക, അവിടെ അപ്പനും അമ്മയും. അത്രയും സ്നേഹമാണ് അപ്പനും അമ്മയും തമ്മിലുള്ള.
വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ് ഈ നിക്കോളാസ് ചേട്ടൻ്റെയും ജൂലി ചേച്ചിയുടെയും. കാരണം അൾത്താര ഒരു അത്താണിയാണ്, സക്രാരി ഒരു ശക്തി കേന്ദ്രമാണെന്ന് ഇവർ മനസ്സിലാക്കിയ ഒരു കുടുംബമാണ് ഇവരുടെ കുടുംബം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഈ നമുക്കറിയാലോ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം അനുഗ്രഹമാകാനാണ് നമ്മളൊരു ദാമ്പത്യ ജീവിതം. അപ്പോൾ ഈ ജൂലി ചേച്ചി പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണ്, ഇവിടെ സംഘടനയൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ് ജൂലി ചേച്ചിയും. അതുപോലെ തന്നെ ഈ നിക്കോളാസ് ചേട്ടന് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കുടുംബാംഗങ്ങൾ, അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ എന്നുണ്ടെങ്കിൽ ഈ നിക്കോളാസ് ചേട്ടൻ്റെയും ജൂലി ചേച്ചിയുടെയും അതുപോലെ തന്നെ മാതൃകപരമായ ജീവിതമാണ് നിജുവിനും എനിക്ക് തന്നെ സിജുവിനും വളരെ പ്രചോദനം നൽകിയിരിക്കുന്നത്, വളരെ ശക്തി നൽകിയിരിക്കുന്നത്, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിനെ ഏറ്റവും കരുത്തായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നല്ലൊരു മാതൃകപരമായ കുടുംബമാണ്. ഇവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, മനുഷ്യമക്കൾ നിത്യം സന്തോഷിക്കുന്നതിനായി അവിടുന്ന് തിരഞ്ഞെടുത്ത് രൂപപ്പെടുത്തിയ കുടുംബങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കരുതലാണല്ലോ ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകേണ്ടത്. പരസ്പരം കരുതൽ നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഉപകരണങ്ങളാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ യാചിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. വിശുദ്ധീകരിക്കുവാൻ ദൈവം നിന്നെ